ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ പ്രീമിയർ ലീഗ് സൺഡേയിൽ ഒരു നോട്ടീസബിൾ മത്സരം നടന്നത് പ്രീമിയർ ലീഗിലെ തന്നെ രണ്ട് വമ്പന്മാരെന്ന് പറയാൻ പറ്റുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതേപോലെ ടോട്ടനം ഹോട്ട്സ്പറും തമ്മിൽ നടന്ന മത്സരത്തെക്കുറിച്ചാണ്. രണ്ട് ടീമുകളും പ്രീമിയർ ലീഗിലെ വമ്പന്മാരാണ്, ട്രഡീഷണൽ ടോപ്പ് 6 മെമ്പേഴ്സാണ് എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു സീസണിൽ രണ്ട് ടീമുകളുടെയും പെർഫോമൻസ് അത്ര ബ്രൈറ്റ് അല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ടേബിളിലെ അയൽവക്കക്കാർ തമ്മിലുള്ള മത്സരമായിരുന്നു. പോയിന്റ് ടേബിളിൻ്റെ 14ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്കിൽ 15ാം സ്ഥാനത്ത് ടോട്ടനം ഹോട്ട്സ്പർ ഈ മത്സരത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ വക 22 ഷോട്ടുകളുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വക 16 ഷോട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഷോട്ടുകൾ വായിച്ചിട്ടും ആകെ ഒരൊറ്റ ഗോളാണ് മത്സരത്തിൽ വീണത് എന്നുള്ളതാണ്. ആ ഗോൾ നേടിയതാകട്ടെ ടോട്ടനം ഹോട്ട്സ്പറിന് വേണ്ടി ജെയിംസ് മാഡിസൺ ആയിരുന്നു. സോ അതോടെ ആ ഒരൊറ്റ ഗോളിൻ്റെ ബലത്തിലാണ് ടോട്ടനം ഹോട്ട്സ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചത് എന്നുള്ളതാണ്. സോ ഇനി ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടോട്ടനം ഹോട്ട്സ്പർ ഒരു 4-3-3 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. അവരുടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അവരുടെ ഗോൾ കീപ്പിങ്ങിൽ വിക്കാരിയോ തിരിച്ചെത്തി, കുറച്ച് കാലത്തെ ഒരു ആബ്സെൻസിന് ശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്ത ആ ഒരു പ്ലെയർ തിരിച്ചെത്തി. ഡിഫൻസിൽ ഡാൻസോയ്ക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട് കോച്ച്. അതുപോലെ മിഡ്ഫീൽഡിൽ ബെൻഡാക്കൂറിന് കൂട്ടായിട്ട് ബെർഗുവാളും ജെയിംസ് മാഡിസണാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത്. അതേപോലെ മാത്തീസ് ടെൽ അറ്റാക്കിങ്ങിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലൈനപ്പ് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ജെനുവിൻലി പറയുകയാണെങ്കിൽ. കാരണം അവരുടെ ടോപ്പ് 5 പ്ലേയേഴ്സ് 5 പ്രധാന കളിക്കാരില്ലാതെയാണ് അവർ ടോട്ടനം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യം പറയുന്നത് ലിസാൻഡോ മാർട്ടിനസ് ഓൾറെഡി അറിയാം എല്ലാവർക്കും, ഇനിയിപ്പോൾ ഒരു സീസണിൽ തന്നെ ഉണ്ടാവില്ല. മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ കോബി മൈനോ, മാനുലുഗാത്തെ, ലെനി യോറോ, അമഡ് ഡൈലോ, ഈ പ്ലേയേഴ്സ് ഒന്നും ഇല്ലാണ്ടാണ് ഈ ഒരു മത്സരത്തിന് യുണൈറ്റഡ് ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിനേക്കാളും വിഷമം തോന്നുന്നത് യുണൈറ്റഡിൻ്റെ ബെഞ്ച് ലൈനപ്പ് നോക്കുമ്പോഴാണ്. വിക്ടർ ലിൻഡലോഫും കുറേ യങ്സ്റ്റേഴ്സും മാത്രമാണ് ആ ബെഞ്ച് ലൈനപ്പിൽ ഉണ്ടായത് എന്നുള്ളതാണ്. സോ റൂബൻ അമോറിം, നമ്മളിപ്പോൾ ഒരു കോച്ച് 90 മിനിറ്റ്സ് മത്സരം നടക്കുന്നതിനിടയിൽ കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി പോകുന്നില്ലെങ്കിൽ നേരെ നോക്കുന്നത് ബെഞ്ചിലേക്കാണ്. ബെഞ്ചിലേക്ക് നിങ്ങൾ റൂബൻ അമോറിമിൻ്റെ കണ്ണീര് വന്നിട്ടുണ്ടാവും. ആ ഒരു രീതിയിലുള്ള ലൈനപ്പായിരുന്നു. കാര്യമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല റൂബൻ അമോറിമിന്. സോ അതുകൊണ്ട് തന്നെ 90ാമത്തെ മിനിറ്റിലാണ് റൂബൻ അമോറിം ഒരു ചേഞ്ച് പോലും ഈ മത്സരത്തിൽ നടത്തിയത് എന്നുള്ളതാണ്. 90ാമത്തെ മിനിറ്റിലാണ് മിഡ്ഫീൽഡിന് കസമീറേനെ മാറ്റിയിട്ട് ഒബി മാർട്ടിന് ഒരു ഡെബ്യൂ ആയിട്ട് കൊടുക്കുന്നത്, ഒരു അവസരം കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴേക്കൊക്കെ മത്സരം ഏറെക്കുറെ സീലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ സ്ഥിരം സിസ്റ്റത്തിൽ തന്നെയാണ് അവർ ഇറങ്ങിയിരുന്നത്. 3-4-2-1 ഫോർമേഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. മസ്രോയി ഡിഫൻസീവ് ലൈനിലേക്ക് ഇറങ്ങി കളിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഏറെക്കുറെ അതത് പൊസിഷൻസ് ഫില്ല് ചെയ്യാണ് ചെയ്തത്, കാരണം വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ഒരു ഡോമിനേഷൻ പൊസിഷൻ വൈസ് നേടിയെടുത്തത് ടോട്ടനം ആയിരുന്നു എന്ന് പറയാം. ആദ്യത്തെ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് അവരുടെ ഡോമിനേഷൻ തന്നെയായിരുന്നു. സോ യുണൈറ്റഡ് തീർത്തും ഒരു ഡിഫൻസീവ് മൈൻഡിലേക്ക് ചുരുങ്ങിയ പോലെ തോന്നിയായിരുന്നു. ആ ഒരു ബാക്ക് 5ലേക്ക് ഇറങ്ങി കളിക്കുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷെ 9ാമത്തെ മിനിറ്റിൽ ഒരു വമ്പൻ അവസരമാണ് യുണൈറ്റഡ് പാഴാക്കി എന്നുള്ളതാണ്. മഗ്വയറിൻ്റെ ഒരു ലോങ് ബോൾ കിട്ടി, അത് ഹോളണ്ടിന് കിട്ടിയിട്ട് ഫസ്റ്റ് ഷോട്ട്, പക്ഷെ അത് ഗോൾ കീപ്പറായി വിക്കാരെ തടയുന്നുണ്ട്. പിന്നീട് റീബൗണ്ട് പോയി, പിന്നീട് ആ പന്ത് അധികം വൈകാതെ തന്നെ ഗർനാച്ചോൻ്റെ കാലുകളിലേക്ക് എത്തി. ഗർനാച്ചോൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ തടയുന്നു. അത് കിട്ടുന്ന നേരെ ഡാലോട്ടിൻ്റെ കാലിലേക്കാണ്. പക്ഷെ ഡാലോട്ട് അതൊരു പാസ്സാണോ ഷോട്ടാണോ എന്ന് അറിയില്ല, പക്ഷെ വെക്കുന്നത് അതേമാതിരി ബോക്സിലേക്ക് അടിക്കുന്നത് അത് അപ്പോൾ തന്നെ ടോട്ടനം ഡിഫൻഡർ തട്ടിക്കളയാണ് ചെയ്യുന്നത്. സോ 9ാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യം തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു അവസരം കൊണ്ടുവന്നത് യുണൈറ്റഡ് ആയിരുന്നു മത്സരത്തേക്ക്. പക്ഷെ അത് മുതലാക്കാൻ അവർക്കത് കഴിഞ്ഞില്ല. പക്ഷെ അതിനുള്ള വില കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം 13ാമത്തെ മിനിറ്റിൽ ജെയിംസ് മാഡിസൺ അവിടെ ഗോൾ കണ്ടെത്തി ടോട്ടനത്തിന് വേണ്ടി. ആദ്യം ഒരു ഷോട്ട് ഒനാന സേവ് ചെയ്തു, പക്ഷെ അത് തട്ടിത്തടഞ്ഞ് അവിടെ തന്നെ കിടന്നു. ബാക്കിൽ നിന്ന് ഓടി വന്ന ജെയിംസ് മാഡിസൺ അത് ഫിനിഷ് ചെയ്യായിരുന്നു. അവിടെ ഒനാനയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ 13ാമത്തെ മിനിറ്റിൽ ഈ മത്സരത്തിലെ ഏക ഗോൾ ജെയിംസ് മാഡിസൺ നേടി എന്നുള്ളതാണ്. പിന്നീട് മത്സരത്തിൽ അധികം വേഗേണ്ടത് 21ാമത്തെ മിനിറ്റിൽ ഗർനാച്ചോയ്ക്ക് നല്ലൊരു അവസരം അഗെയിൻ കിട്ടിയതാണ്. പക്ഷേ അദ്ദേഹം അത് ഗോൾ കീപ്പർ മാത്രം ഫ്രണ്ടിലുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു ആംഗിളിൽ നിന്ന്. പക്ഷെ അത് പുറത്തേക്കാണ് ഗർനാച്ചോ അടിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ മൊത്തം ടോട്ടനം കുറച്ചും കൂടി ഗ്രിപ്പ് കൊണ്ടുവരാൻ നോക്കി, പക്ഷേ യുണൈറ്റഡ് ഡിഫൻസ് അത്യാവശ്യം പിടിച്ചു എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ മിഡ്ഫീൽഡ് ബാറ്റിൽ ശരിക്കും യുണൈറ്റഡ് ഫെയിലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം മിഡ്ഫീൽഡ് ബാറ്റിനൊരു ഇറങ്ങി ഫൈറ്റ് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് റെഡി ആയിരുന്നില്ല എന്നുള്ളത്. ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ കാലുകളിൽ നിന്ന് പന്തെടുത്തുകൊണ്ട് പോകുന്നു ഫസ്റ്റ് ഹാഫിൽ കാണാമായിരുന്നു. ആൻഡ് ഒരു ഗോളിന് പിറകിൽ നിൽക്കുകയാണ്. ഒരു ഗോൾ തിരിച്ചടിച്ചാൽ മാത്രമാണ് ഈ മത്സരത്തിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് കൊടുക്കാനുള്ള ഒരു
എഫേർട്ട് എടുക്കാനായിട്ട് യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല ഫസ്റ്റ് ഹാഫിൽ എന്നുള്ളതാണ്. ഏറെക്കുറെ ഒരു ഡിഫൻസീവ് മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് ആ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ച് പോയത്. കാരണം ടോട്ടനത്തിന് എങ്ങനെയും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു കളി പോയത്. ടോട്ടനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടനത്തിന് അത്യാവശ്യം നല്ല സ്പേസും ടൈമും യുണൈറ്റഡ് മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് കുറച്ചും കൂടി ക്ലിനിക്കൽ ആവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് മാത്യു ടെല്ലിന് വളരെ നിർഭാഗ്യം നിറഞ്ഞൊരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ. ഒരുപാട് അത്യാവശ്യം നല്ല ഷോട്ട്സ് ഒക്കെ എടുക്കാതെ അതിന് കഴിഞ്ഞു. പക്ഷെ ഒനാന അതിന് വിപരീതമായ നല്ല സേവുകളും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് കുറച്ചും കൂടി അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഗർനാച്ചോയ്ക്ക് അടുപ്പിച്ച് 2 നല്ല അവസരങ്ങൾ കിട്ടിയിരുന്നു, പക്ഷേ 2ഉം സേവ് ചെയ്യപ്പെടുകയാണ്. പിന്നെ സെർക്സിയുടെ ഒരു അവസരം ഉണ്ടായിരുന്നു, ഹെഡർ ഓപ്പർച്യൂണിറ്റി. അതൊരു നല്ലൊരു ഗോൾ ആയേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു കറക്റ്റ് ആംഗിളിലേക്ക് എത്തിക്കാൻ പ്ലെയറിന് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് 2 ടീമുകളും അത്യാവശ്യം നന്നായിട്ട് തന്നെ മത്സരത്തിൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, ആ സെക്കൻഡ് ഗോൾ കണ്ടെത്താൻ ടോട്ടനമും തങ്ങളുടെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്താൻ യുണൈറ്റഡും അത്യാവശ്യം കിണഞ്ഞ് ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ 2 ടീമുകൾക്കും ആ ഒരു ക്ലിനിക്കൽ ടച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആൻഡ് മത്സരത്തിൽ പക്ഷേ ടോട്ടനം കറക്റ്റ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിൽ നേരത്തെ പറഞ്ഞാൽ റൂബൻ അമോറിം 90 മിനിറ്റ് വരെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോലും നടത്താതെ പിടിച്ചു വെച്ചു. സോ അങ്ങനെ വന്നപ്പോൾ ഒരു 20 മിനിറ്റ് 75 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും യുണൈറ്റഡ് പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം ടയേർഡായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു 2 നല്ല ടീമുകളുടെ മത്സരം കാണുമ്പോൾ ഒരു ടീം പിറകിൽ നിൽക്കുന്നു, അവസാനം 70-75 മിനിറ്റ് ആകുമ്പോൾ മറ്റേ ടീം പിറകിൽ നിൽക്കുന്ന ടീമിൻ്റെ ഭാഗത്ത് ഹൈ ഇൻറ്റൻസിറ്റി പ്രസ്സിങ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി അറ്റാക്കിംഗ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തേക്ക് വരുമ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താ പറയുക, പ്ലേയേഴ്സെല്ലാം ടയേർഡായി. റൂബൻ അമോറിമിനെ ഞാൻ കണ്ണടച്ച് കുറ്റം പറയുന്നില്ല. മേ ബി യങ്സ്റ്റേഴ്സിനെ ഒരു കോച്ച് ബിലീവ് ചെയ്യാൻ ഇത്തിരി ഷാട്ടിയും പിടിക്കുന്ന അത്ര ഒരു തെറ്റായ പ്രവണതയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മേ ബി ആ 90 മിനിറ്റിൽ കാത്ത് നിൽക്കാണ്ട് അതിന് മുമ്പ് തന്നെ മേ ബി സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തിയിരുന്നെങ്കിൽ, എന്തായാലും ഒരു ഗോളിന് പിറകിൽ നിൽക്കുകയാണ്, ജയിച്ചിരിക്കുന്ന സാഹചര്യമൊന്നുമല്ല. വേണമെങ്കിൽ ചിലപ്പോൾ മത്സരത്തിൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ലെഗ്സ് ആ ഒരു അവസാന സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ. ഉറപ്പ് പറയുന്നതല്ല, പക്ഷെ സ്റ്റിൽ ഒരു സാധ്യതയായി കാണാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിവേ 90 മിനിറ്റിൽ ഒബി മാർട്ടിൻ ഇറങ്ങുമ്പോഴേക്കും മത്സരമൊക്കെ ഏറെക്കുറെ സീൽഡ് ആയിരുന്നു. പ്ലേയേഴ്സൊക്കെ ഓൾറെഡി ടയേർഡ് ആയിരുന്നു. അവസാന നിമിഷങ്ങളിൽ പോലും എനിക്ക് തോന്നുന്നു ടോട്ടനം ഹോട്ട്സ്പർ ആണ് ഗോളിന് വേണ്ടി കൂടുതൽ അറ്റംപ്റ്റ്സ് കൊടുത്തതെന്ന് തോന്നുന്നു. എനിവേ ഒരുപാട് ഗോളുകൾ വരേണ്ട മത്സരമായിരുന്നു 2 ടീമുകളുടെ ഭാഗത്തു നിന്നും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യുണൈറ്റഡിന് ഗോൾ വന്നുമില്ല. ടോട്ടനം ഹോട്ട്സ്പറിന് ആ 2ാമത്തെ ഗോൾ കണ്ടെത്താനും കഴിഞ്ഞില്ല. എനിവേ 3 പോയിന്റുമായിട്ട് ഇപ്പോൾ 12ാം സ്ഥാനത്തേക്ക് ടോട്ടനം ഹോട്ട്സ്പർ കയറി എന്നുള്ളതാണ്. യുണൈറ്റഡിൻ്റെ അവസ്ഥയാണെങ്കിൽ 15ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. സോ ഈ സീസണിലെ മോശം ഗതികെട്ട ഒരു സീസൺ യുണൈറ്റഡും ടോട്ടനവും കളിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിൻ്റെ ഡിഫൻസ് ആയാലും മിഡ്ഫീൽഡ് ആയാലും കാര്യമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു മത്സരത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ അറ്റാക്കിംഗ് ലൈൻ കിട്ടിയ അവസരങ്ങൾ കറക്റ്റായിട്ട് മുതലാക്കിയിരുന്നെങ്കിൽ മേ ബി ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ മത്സരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് മത്സരത്തിൽ. ഇനിയിപ്പോൾ എന്തായാലും റൂബൻ അമോറിമിൻ്റെ സിസ്റ്റം എന്തായാലും അതിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹം ഒട്ടും തയ്യാറല്ല. ഇടയ്ക്ക് എടുത്തിട്ട് റൂമേഴ്സൊക്കെ കേട്ടിരുന്നു, പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് ചർച്ച ചെയ്യാവുന്നതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് വ്യതിചലിച്ചുകൂടെ, തൽക്കാലം ഉള്ള പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റുന്ന രീതിയിൽ സിസ്റ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ള റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കോച്ച് അതിനൊന്നും തയ്യാറല്ല. ഇത്രയും ഇഞ്ചുറീസ് പറ്റി ബെഞ്ചിൽ വിറ്റലിൻ്റെ ലോഫും കുറേ യങ്സ്റ്റേഴ്സ് മാത്രമുള്ള സാഹചര്യമാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ 90ാമത്തെ മിനിറ്റ് വരെ നടത്താതെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിലും തൻ്റെ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ളത് കോച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ ടേക്ക് യുണൈറ്റഡ്. അത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഞാനും വളരെ ക്യൂരിയസ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഈ ഒരു കോച്ച് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ പ്ലേയേഴ്സിന് അതിന് ഒതുങ്ങുന്ന രീതിയിൽ ആ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എത്ര നാൾ ആ ഒരു സിസ്റ്റത്തിൽ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഈ സിസ്റ്റം വിജയിപ്പിക്കാൻ ആ ഒരു കോച്ചിന് എത്ര സമയം എടുക്കും എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഇഞ്ചുറിയും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഈ ഒരു മത്സരത്തേക്ക് വരുമ്പോൾ എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഡോർഗുവിനെല്ലാം അദ്ദേഹം അവസരം കൊടുക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ പ്രീമിയർ ലീഗിലേക്ക്. പക്ഷേ സ്റ്റിൽ വലിയ കാര്യമായിട്ട് ഇമ്പാക്റ്റ് വരുത്താൻ പ്ലേയേഴ്സ് 1-on-1 പെർഫോമൻസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ടയേർഡായിട്ടൊരു ഗെയിം തന്നെയാണ് യുണൈറ്റഡ് കളിച്ചത്. സോ എന്തായാലും ഒരു ജയിക്കാനുള്ള ഒരു ഗോൾ പിറകിൽ നിൽക്കുമ്പോൾ ജയിക്കാനുള്ള ഒരു വീരം വാശിയോ ഒന്നും ആ ഒരു പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു മത്സരത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ. യുണൈറ്റഡിൻ്റെ അടുത്ത മത്സരം വരുന്ന എവർട്ടണെതിരെയാണ്. സോ കാര്യങ്ങൾ മാറിയെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മത്സരത്തെ പറ്റി തോന്നുന്നത്? അതേപോലെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താണ്ട് 90 മിനിറ്റ് വരെ പിടിച്ചു നിന്ന കാര്യം, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ റെസ്പോൺസസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിലൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.